ഈ ഈ കൽതായ ടീമിൻ്റെ കുഞ്ചു ഒടിഞ്ഞോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈയിടെയായിട്ട് അവരുടെ വലിയ അനക്കമൊന്നും കേൾക്കുന്നില്ല. MTNS-ൻ്റെ ഈ ജോമോൻ ആരക്കുഴയുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസമായി, മുദ്രേന്തിയുടെ ശബ്ദരേഖ കണ്ടിട്ട് കുറച്ച് ദിവസമായി. അങ്ങനെ പൊതുവേ അവർ സ്വല്പം ഒന്ന് അടങ്ങിയിട്ടുണ്ട്, സ്വല്പം അവരുടെ കുഞ്ചി ഒടിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാരണം അവർ പിടിച്ചോടുന്ന സംഗതി കിട്ടിയില്ല. ഈ സമവായം വന്നതോടെ അവരുടെ ശേഷി, അവരുടെ നാടി തളർന്നുപോയി എന്നേ പറയാനുള്ളൂ. ഇപ്പോൾ ഈ ജോമോന് പകരം GC മീഡിയ എന്ന് പറഞ്ഞ ഒരു ഉടങ്കൊല്ലി ഇപ്പോൾ യൂട്യൂബിൽ കടന്ന് കളിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ അദ്ദേഹം തട്ടിലിനെ വല്ലാതെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ കണ്ടു. എന്നാൽ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട സംഗതിയുണ്ട്, ഇതെല്ലാം കൽതായരുടെ കൈവിട്ടുപോയി, MTNS-ൻ്റെ കൈവിട്ടുപോയി. MTNS-ന് ഇപ്പോൾ പിടിച്ചതുമില്ല, ചവിട്ടിയതുമില്ല. കാരണം MTNS ഒരു സമയത്ത് എന്തായിരുന്നു അവരുടെ ഗമ, എന്തായിരുന്നു അവരുടെ ഷോഫ്, എന്തായിരുന്നു ഭീഷണി. ഇപ്പം അതൊക്കെ പോയി. ഇപ്പം അവർക്ക് തോമാക്കുന്നിൽ പോലും ചെല്ലാൻ പറ്റാത്ത ഗതികേടായി. തോമാക്കുത്തിൽ നിന്ന് ചാൻസലർ അച്ഛൻ പിടിച്ച് വിർച്വലി തൊണ്ടയ്ക്ക് പിടിച്ച് പുറത്താക്കി ഈ മാന്യനെയൊക്കെ, ഏത് നമ്മുടെ MTNS ഗുണ്ടാ തലവനെ. അതുകൊണ്ടെന്തായി, ഇപ്പോൾ അവർ തട്ടിലിനെയും പുത്തൂരിനെയും തിരിച്ച് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീഡിയോ മുഴുവൻ തട്ടിലിനെ പ്രത്യേകിച്ചും ചീത്ത വിളിച്ചുകൊണ്ടുള്ളതാണ്. അതെ, അത് മത്രാന്മാർ വടി കൊടുത്ത് അടി മേടിക്കുന്നതാണ്. മത്രാന്മാർക്ക് ഇത് പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിങ്ങനെ ഭൂതങ്ങളെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നല്ല കാര്യമാണ് ഭൂതങ്ങളെ സൃഷ്ടിച്ചു വിടുന്നത്, നല്ലതാണ് രാക്ഷസം ഭൂതങ്ങളെ. പക്ഷേ ഈ ഭൂതങ്ങളെ ഒരു പക്ഷേ അത് കഴിഞ്ഞിട്ട് അവരെ കുപ്പിയിലിറക്കാനായിട്ട് പിന്നീട് നിങ്ങളെ കൊണ്ട് പറ്റിയില്ല എന്ന് വരും. ഞാൻ അവരോട് നേരത്തെ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാറ്റ് വിതച്ചവൻ കൊടുങ്കാറ്റ് കൊയ്യും. അതാണ് ഇപ്പം ബിഷപ്പുമാർക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ബിഷപ്പുമാർക്ക് ഇവരുടെ തേറി എല്ലാ ദിവസവും നല്ല ഡോസ് തേറി കിട്ടുന്നുണ്ട്, നല്ല ഡോസ്. കാരണം അവർക്ക് മനസ്സിലായി ഈ സംഗതി ഒന്നും നടക്കുകയില്ല എന്ന്. എറണാകുളത്ത് അവരുടെ കൽതായ വിത്ത് മുളയ്ക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പോൾ തന്നെ നോക്ക്, വൈക്കം ഫൊറോന പള്ളിയിൽ അറ്റ്ലീസ്റ്റ് ഒരു കുർബാന, സിനഡ് കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം അതും ഇല്ലാതെയായി. അതെന്തുകൊണ്ടാണ്? ഇവർ തന്നെ ഇല്ലാണ്ടാക്കി. ഒരു കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന വൈക്കം പള്ളിയിൽ ചെന്ന് അവർ ഗുണ്ടാസ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഗുണ്ടാസിനെ കൊണ്ടുവന്ന് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അച്ഛൻ പറഞ്ഞു, ദാറ്റ്സ് ഇറ്റ്, ഫിനിഷ്ഡ്, ഇനി അതുമില്ല, അങ്ങനെയാക്കി. അപ്പോൾ എറണാകുളത്ത് ഇവരുദ്ദേശിക്കുന്ന മാതിരിയല്ല. ഇത് എറണാകുളത്ത് മാത്രമല്ല, ഇത് തൃശ്ശൂരും, ഇത് ഇരിങ്ങാലക്കുടയും, ഇത് കോഴിക്കോടും അതുപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം അതിരൂപതയിൽ അവർ 34 അനുസരിക്കുന്നുണ്ട്. 35 34 എന്നൊക്കെ ഈ വരാൽ മെത്രാനൊക്കെ പറയുന്നുണ്ട്. ഒന്നുമില്ല. ഈ 34 രൂപതകളും ഈ എറണാകുളം പോലെ തന്നെയാണ്. പിന്നെ മലബാർ സൈഡിലുള്ള ചിലപ്പോൾ ഈ പാലക്കാരും ചങ്ങനാശ്ശേരിക്കാരും കുടിയേറിയിരിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ കൽതായർക്ക് കുറച്ച് സിമ്പതി കിട്ടുമായിരിക്കും. പക്ഷേ മറ്റ് തൃശ്ശൂർ, ഇരിങ്ങാലക്കുട ഫോർ എക്സാമ്പിൾ, ഇവിടെയൊന്നും ഒരു രക്ഷയില്ല കൽതായക്കാർക്ക്. പിന്നെ ഭീഷണിയുടെ പുറത്തും പിൻവാതിലിൽ കൂടിയും അടിച്ചേൽപ്പിച്ചിരിക്കുന്നതാണ് ഈ കൽതായ കുർബാന. ഈ ഇരിങ്ങാലക്കുട കത്തോലിക്കർ, തൃശ്ശൂർ കത്തോലിക്കർ ഈ കൽതായ കുർബാന സ്വീകരിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ അവർ ഒരു ഗതിയില്ലാത്തതുകൊണ്ട് അവർക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടും അവിടെ ഒത്തിരി പള്ളികളിൽ അതനുസരിക്കാത്തവരുണ്ട്. ഇപ്പം തന്നെ തൃശ്ശൂർ താഴത്തിന് തെറിപ്പിക്കണം, താഴത്തിന് ഒഴിപ്പിക്കണം, സ്ഥാനങ്ങൾ ഒഴിപ്പിക്കണം, മെത്രാൻ സ്ഥാനത്തു നിന്ന് വരെ എടുത്തു മാറ്റണം എന്നും പറഞ്ഞ് ഈ സിനഡിന് അവർ പെറ്റീഷൻ കൊടുക്കുന്നുണ്ട്. സ്വതന്ത്രമായിട്ട് തീരുമാനം എടുക്കുവാനായിട്ട് നമ്മുടെ വിശ്വാസികൾക്ക് ഒരു ചാൻസ് കിട്ടിയാൽ അവർ ഈ കൽതായ പ്രസ്ഥാനത്തെ എടുത്ത് ദൂരെ കളയും, ഒരു സംശയമില്ല അതിന്. എറണാകുളം സിറ്റിയിൽ അല്ലെങ്കിൽ തൃപ്പൂണിത്തുറ അവിടെ വരത്തന്മാർ വന്ന് താമസിക്കുന്ന വട്ടത്തിൽ ചിലപ്പോൾ കുറച്ച് കൽതായരുണ്ടാവും. പക്ഷെ ഒട്ടുമുക്കാൽ ചങ്ങനാശ്ശേരിക്കാരും പാലാക്കാരും കാഞ്ഞിരപ്പള്ളിക്കാരും എറണാകുളത്ത് വന്ന് സുഖമായിട്ട് അവർ 10, 25, 30 കൊല്ലമായിട്ട് ജീവിക്കുന്ന അവർ സസന്തോഷം നമ്മുടെ പള്ളിയിൽ പോയി ജനാഭിമുഖ കുർബാനയും കണ്ട് ആത്മസംതൃപ്തി നേടുന്നവരാണ്. ഇന്നിപ്പോൾ MTNS-ൻ്റെയും അതുപോലെ തന്നെ കൽതായ പ്രവർത്തകരുടെയും മുൻനിരയിൽ നിൽക്കുന്നവർ വരെ കഴിഞ്ഞ വർഷം വരെ അവർ അടങ്ങി ഒതുങ്ങിയിരുന്ന് കുർബാന കാണുകയും അവരുടെ കുട്ടികളെ അവിടെ മാമോദിസ മുക്കുകയും അവരുടെ മക്കളെ ആദ്യ കുർബാന കൈക്കൊള്ളിപ്പിക്കുകയും അവരുടെ പെമ്മക്കളെ കെട്ടുകയും ഒക്കെ ചെയ്ത ആൾക്കാരാണ്. അവർ ഓൾ ഓഫ് എ സഡൻ ആലഞ്ചേരിയുടെ അപ്പക്കഷ്ണം മൂഞ്ചി തിന്നിട്ട് അവരുടെ ഈ വളർത്തമ്മയായ എറണാകുളം അതിരൂപതയ്ക്കെതിരെ തിരിഞ്ഞു. അവരെ വഞ്ചകർ എന്ന് മാത്രമേ എനിക്ക് വിളിക്കാൻ പറ്റൂ, വഞ്ചകർ. അപ്പോൾ അവരുടെ ഗ്യാസ് പോയി,
ഇപ്പോൾ വൈക്കത്ത് അങ്ങനെ പോന്നു. പിന്നെ പല പള്ളികളിലും ആൾക്കാരില്ല ഈ കൽതായ കുർബാനയ്ക്ക്. ആരുണ്ടാകും ആലോചിച്ച് നോക്കണം. നാട്ടിൻപുറത്തെ പള്ളികളിൽ, മലയോര പ്രദേശങ്ങളിലെ പള്ളികളിൽ ആരെങ്കിലും കിട്ടുമോ ഈ കൽതായ കുർബാന കാണാനായിട്ട്? നോ. അതുകൊണ്ടാണ് അവർ ഈ ഷെഡ്യൂൾഡ് സമയത്ത് അവരുടെ കൽതായ കുർബാന വെക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നത്. കാരണം ഷെഡ്യൂൾഡ് സമയത്ത് കുർബാന വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറേ സാധാരണ ആൾക്കാരും കൂടി മറ്റ് സമയത്ത് പോകാൻ സൗകര്യമില്ലാത്തവർ അതിന് ചെല്ലും. അപ്പോൾ അവർക്ക് കുറേ ഞങ്ങളുടെ കുർബാനയ്ക്ക് എന്തോരോ ആൾക്കാരാണ് എന്ന് അവർക്ക് വീമ്പിളക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ കാര്യം. അത് നടക്കില്ല. ഷെഡ്യൂൾഡ് കുർബാനയിൽ ഒരു മാറ്റവും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വികാരി അച്ഛന്മാർ നടത്തുകയില്ല. അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത്, ഉള്ള കുർബാനയിൽ ചിലത് പൊഴിഞ്ഞു പോകും. ഈ അൺഷെഡ്യൂൾഡ് കൽതായ മാസ്, ഇപ്പോൾ വൈക്കം പള്ളിയിലെ പോലെ, ആ വൈക്കം പള്ളിയിലെ പോലെ ഉള്ള കുർബാനയും കൂടി കൊഴിഞ്ഞു പോകുകയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളുടെ വൈദികർക്ക് ഈ കൽതായ കുർബാന മാത്രമല്ല അവരുടെ ഡ്യൂട്ടി. നമ്മുടെ വൈദികർക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് ഒത്തിരി ഭാരിച്ച ജോലികളുണ്ട്. ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും അവർക്ക് 1 മണിക്കൂർ നേരത്തെ ഒരു കുർബാനയുള്ളൂ, അല്ലെങ്കിൽ ഞായറാഴ്ച 2 കുർബാനയുള്ളൂ. അല്ല, അവർക്ക് 10, 500, 1000, 1500 കുടുംബങ്ങളുടെ ആത്മീയ കാര്യങ്ങൾ നോക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. ശവടപ്പ്, മാമോദിസ, ഒപ്പീസ് എന്ന് വേണ്ട എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ അവർക്കുണ്ട്. അവർക്ക് ഈ കൽതായരുടെ കാര്യം മാത്രം നോക്കിക്കൊണ്ട് നടന്നാൽ മതിയോ? അപ്പോൾ അതിൻ്റെ മുകളിലാണ്, അതിൻ്റെയൊക്കെ മീതെയാണ് ഇപ്പോൾ അവർക്ക് ഒരു മാസം കൂടി ചെല്ലേണ്ട സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. കൽതായ കുർബാന ചെല്ലാനായിട്ട് കാണാഞ്ഞിട്ട് ഉറക്കം വരാത്തവരുണ്ടെങ്കിൽ അവർ ചങ്ങനാശ്ശേരി, പാല അരമനകളിൽ നിന്ന് ഓരോ വൈദികനെ വിട്ടുതരാനായിട്ട് ആവശ്യപ്പെട്ട് അവരൊരു പള്ളി വാടകയ്ക്ക് എടുത്തോ, അത് നമ്മുടെ പള്ളി തന്നെ കൊടുക്കാം. അൺഷെഡ്യൂൾഡ് സമയത്ത്, ഏതെങ്കിലും ഒരു സമയത്ത് 4 മണിക്ക് 5 മണിക്ക് ഒരു കുർബാന അവരുടെ അച്ഛന്മാരെ കൊണ്ടുവന്ന് ചെല്ലിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഈ അമേരിക്കയിലൊക്കെ ചെയ്തത്. ഞങ്ങൾ ഈ അമേരിക്കയിൽ വന്ന കാലത്ത് നമ്മൾ മലയാളം കുർബാന ചെല്ലുവാനായിട്ട് മലയാളം കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത് ഇവിടുത്തെ അമേരിക്കൻസിൻ്റെ ഇംഗ്ലീഷ് പള്ളിയിലാണ്. അവിടെ പോയിട്ട് ഞങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷ് കുർബാന നിർത്തി ഞങ്ങളുടെ മലയാളം കുർബാന ആക്കാനല്ല നമ്മൾ ഡിമാൻഡ് ചെയ്തത്. ഞങ്ങൾ മലയാളി അച്ഛനെ കൊണ്ടുവന്ന് മലയാളം കുർബാന ചൊല്ലിക്കുകയാണ് ചെയ്തത്. ആ മാതൃക പിന്തുടർന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അത്രമാത്രം ഡിവോഷൻ, നിങ്ങൾക്ക് അത്രമാത്രം കൽതായ കുർബാനയോട് അത്രയ്ക്ക് പ്രേമമാണ് എന്ന് വരികിൽ നിങ്ങൾ നിങ്ങളുടെ ഗുരുചര്യന്മാരായിട്ടുള്ള ഈ ചങ്ങനാശ്ശേരി പാത്രിയാർക്കീസിനോടോ അല്ലെങ്കിൽ ബാവായോടോ പറഞ്ഞ് ഒരു വൈദികനെ കൊണ്ടുവന്ന് നിങ്ങളൊരു പള്ളി വാങ്ങുകയോ, എറണാകുളം ഏരിയയിൽ ഒരു പള്ളി വാങ്ങുകയോ, അല്ലെങ്കിൽ ഒരു പള്ളി വാടകയ്ക്കെടുത്ത് തൽക്കാലം കുർബാന ചെല്ലാനായിട്ട് നോക്ക്. എന്തിന് ഞങ്ങളെ കൽതായരാക്കണമെന്ന് നിങ്ങൾ ശാഠ്യം പിടിക്കുന്നു? അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങൾക്കത് തന്നെ ചെയ്യാനായിട്ടുള്ള ശേഷിയില്ല, അതിനുള്ള നമ്പറില്ല, അതിനുള്ള ആളെണ്ണം നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾക്ക് ശരിക്കറിയാം ഈ കൽതായർക്ക്. അതുകൊണ്ട് അവർക്ക് നമ്മളുടെ കൂടെ ഇട്ട് അവർക്ക് പണിയണം. ഞാൻ പണ്ട് പറയാറുള്ള പോലെ ഒരു പഴഞ്ചൊല്ലുണ്ട്, കൂട്ടത്തിൽ പാടാനായിട്ട് എളുപ്പമാണ്. കൂട്ടത്തിൽ പാടാൻ വലിയ പാട്ട് അറിഞ്ഞു കൊടുത്തെങ്കിലും പാട്ടുകാരുടെ കൂടെ നിന്ന് സംഘഗാനം പാടാനായിട്ട് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെയാണ് കൂട്ടത്തിൽ പൂട്ടാൻ. അതായത് ഒറ്റയ്ക്ക് ഉഴുക എന്ന് പറയില്ല, ഒറ്റയ്ക്ക് ഉഴുകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരെ കരി പിടിക്കണം, കാളയൊക്കെ നേരെ നടത്തണം. അതേസമയം കൂട്ടത്തിൽ ഒരു 3-4 കാളയുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുക്ക് നിൽക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അത് ഇങ്ങനെ ഒത്തിരി വളഞ്ഞു തിരിഞ്ഞ് പോയാലും കുഴപ്പമില്ല. അപ്പോൾ കൂട്ടത്തിൽ പൂട്ടാനും കൂട്ടത്തിൽ പാടാനും എളുപ്പമാണ്. അപ്പോൾ ഇവർ കൂട്ടത്തിൽ പൂട്ടാനാണ് നോക്കണം. പൂട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കന്നാലിയെ കൊണ്ട് ഉഴുക, അതാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇവർ ശ്രമിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലിട്ട് ഉഴുകാൻ വരണ്ട എന്നാണ് ഞാൻ കൽതായരോട് പറയുന്നത്. നിങ്ങൾ തന്നെ ഉഴുതാൽ മതി. നിങ്ങളുടെ അച്ഛനെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഒരു പള്ളി ഞങ്ങൾ ഫ്രീ വാടകയ്ക്ക് തരാം, ഞായറാഴ്ച ഒരു കുർബാന ചെല്ലാനായിട്ട്, അല്ല ഇനി ഡെയിലി വേണോ അതും ആയിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളോടെയും കൂടി കൊണ്ടുപോകണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കണമെങ്ങനെയാണ്? അതാണ് നിങ്ങളുടെ അതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ മാനിയെ ആരാധിക്കുകയോ നെസ്തോറിയസിനെ ആരാധിക്കുകയോ നിങ്ങൾ പന്തക്കോസ്ത ചേരുകയോ നിങ്ങൾ ഓർത്തഡോക്സ് ചേരുകയോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതിന് ഞങ്ങളോടും കൂടി കൊണ്ടുപോകണം എന്തിന് ശാഠ്യം പിടിക്കണം? അപ്പം അതുകൊണ്ട് അതങ്ങ് മാറ്റി പിടിച്ചാലേ അത് നടക്കൂല. എറണാകുളത്തുകാർ അതിന് സമ്മതിക്കില്ല. മറ്റ് 34 രൂപതകൾ എന്നും പറഞ്ഞുകൊണ്ട് ആ വകുപ്പ് കൊണ്ടൊന്നും ഇങ്ങോട്ട് വരണ്ട. 34 രൂപതകളെ നിങ്ങൾ പറ്റിച്ചു,
വളഞ്ഞ വഴി കൂടിയും ഭീഷണിപ്പെടുത്തിയും ബിഷപ്പുമാരെ മണിയടിച്ചും കൈക്കൂലി കൊടുത്തും അവരെ നിങ്ങൾ വലയിലാക്കി എന്ന് കരുതി അങ്ങനെ വീഴുന്നവരല്ല എറണാകുളത്തുകാർ എന്ന് പാലാ ബിഷപ്പും ചങ്ങനാശ്ശേരി ബിഷപ്പും ഒക്കെ മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം. താങ്ക് യു വെരി മച്ച്.